എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് റെഡിയാക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു ഉപ്പേരിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാട്ടിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ ചക്കയുടെ സീസൺ കൂടിയിട്ടാണ്. അപ്പോൾ ചക്കക്കുരു നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഡിഫറെൻ്റ് ആയിട്ട് ഓരോന്നോരോന്ന് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് നമുക്ക് ചോറിന്. നമുക്കിത് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ചക്കക്കുരു കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമുക്കതിൽ ചേർക്കണ്ട കേട്ടോ. പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം മതി. പിന്നെ വറ്റൽമുളക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ചക്കക്കുരു വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെയിറ്റ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ ഇതനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ചക്കക്കുരു നന്നായി വെന്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വറ്റൽമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാനുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. പിന്നെ നമ്മൾ തേങ്ങ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര മതി. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ചക്കക്കുരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയാൽ മതി. ഇപ്പോൾ ചോറിനൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷാണല്ലോ. ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഇപ്പോൾ ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരുവിൻ്റെ തന്നെ വേറെ റെസിപ്പീസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.